ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ട് വന്ന വരവാട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേ ചക്ക കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അഭിച്ചേട്ടൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ കയറി ചക്ക മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാട്ടോ. അപ്പം നല്ല പഴുത്ത ചക്കയായിരുന്നു, നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു അത് കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറക്കാൻ വരണം. അപ്പം അങ്ങനെ വന്ന് ഞങ്ങളെല്ലാവരും വീട്ടിൽ കയറി ദേ കിട്ടിയ ചക്ക എല്ലാവരും കൂടെ ഷെയർ ചെയ്തിരുന്ന് കഴിക്കാട്ടോ. ഈ വർഷം കിട്ടുന്ന ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിച്ചു കേട്ടോ. അപ്പോൾ അഭിച്ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു കസിൻ്റെ ഷോപ്പുണ്ട്, സിദ്ധിശ്രീ വിനായക. അവിടുത്തെ ചില്ലി പൊറോട്ട അടിപൊളിയാണ്. അപ്പോൾ അവിടെ നിന്ന് അഭിച്ചേട്ടൻ ചില്ലി പൊറോട്ട മേടിച്ചോണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചില്ലി പൊറോട്ട. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് ചിക്കനൊക്കെ കഴിച്ച് വന്നോണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചു. ഇപ്പം എല്ലാവരും തിരക്ക് പിടിച്ചൊരു ലൈഫ് സ്റ്റൈലല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കും ഇങ്ങനെ എപ്പോഴും സമയമൊന്നും കിട്ടാറില്ല കേട്ടോ. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് ഇങ്ങനൊരു അവസരം. ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ല. ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാമെന്നും പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ്. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ പുറത്ത് കറങ്ങി വന്നപ്പോൾ തന്നെ നല്ലൊരു വൈബായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചക്ക കിട്ടി. അങ്ങനെ ഇരുന്ന് കഴിച്ചപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം വന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് എത്രത്തോളം റീഫ്രഷ്ഡ് ആണ്. ഷെയറിങ് ഈസ് കെയറിങ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാവും ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നാണ് ഇതെല്ലാം കഴിക്കുന്നത്. അതൊരു പ്രത്യേക രസമാണ് കേട്ടോ. നമ്മൾ ഓരോ പ്ലേറ്റിൽ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു എന്നേ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങളെല്ലാവരും ചെയ്തതായിരിക്കും. ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ക്യാമറ ഓണാക്കി വെച്ച കാര്യം സത്യം പറഞ്ഞാൽ മറന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞു പെണ്ണ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഡാൻസൊക്കെ കളിച്ച് നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ, പല പല കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ കസിൻ്റെ കല്യാണം എല്ലാം കൂടെ കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പോവാനിറങ്ങി. അപ്പോൾ കുറച്ച് നേരം ഇറയത്തിരുന്ന് വർത്താനം പറയും. മിന്നു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മിന്നുൻ്റെ വക സ്പെഷ്യൽ ആക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ആമി അവിടെ ഇരുന്ന് ട്രോളുന്നുണ്ട്. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.